രാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ദോശമാവൊക്കെ വാങ്ങി അത് ചുട്ട് തേങ്ങ ചിരകി അത് ചമ്മന്തിയാക്കി എപ്പോൾ കഴിക്കാനാടാ? ചെന്നൈയിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ബാച്ചലേഴ്സിന് തീരെ കുറവാണ്. ഇവിടെ സമയത്തിനാണ് വില. ഇപ്പോൾ ആ ദോശയ്ക്ക് 20 രൂപയാക്കിയാലും കഴിക്കാനായിട്ട് ആളുകൾ വരുമെന്ന് അവർക്കറിയാം. പുള്ളിക്കാരൻ്റെ ലാഘവത്തോടെയുള്ള വർത്തമാനം അവൻ കേട്ടിരുന്നു. മിനിഷേട്ടാ, ദോശ ഞാൻ ചുട്ടോളാം. നാളെ തൊട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിച്ചാലോ? പിന്നെ ഈ പുറത്തെ ഫുഡും അത്ര ഹെൽത്തി അല്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് ബിനീഷേട്ടൻ വീണ്ടും ചിരിച്ചു. ഇതൊക്കെ നാട് മാറി നിൽക്കുമ്പോഴുള്ള ആദ്യത്തെ ആവശ്യമാടാ. നാളെ തൊട്ട് നീ പഠിക്കാൻ പോയി തുടങ്ങുമല്ലോ. തിരക്കുള്ള ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി ഊപ്പാട് വരുമ്പോൾ അത് താനേ മാറിക്കോളും. റാം പിന്നെയും ഒന്നും പറയാൻ പോയില്ല. ഫ്ലാറ്റിൽ തിരിച്ചെത്തിയതും എന്തൊക്കെയോ ഓൺലൈൻ ജോലികൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ബിനീഷേട്ടൻ അയാളുടെ മുറിയിലേക്ക് കയറി. റാം തൻ്റെ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. ഒരു കസേരയെടുത്ത് അവിടെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു കസേര മുൻപേ കിടപ്പുണ്ട്. ചിലപ്പോൾ ആ മുറിയിൽ താമസിക്കുന്ന കിരണിന് ബാൽക്കണിയിൽ വന്നിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. റൂമിൽ മൊത്തം അർത്ഥം മനസ്സിലാക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും റൂമിൽ കിടന്നിരുന്ന ഫ്രീക്കൻ വസ്ത്രങ്ങളും കണ്ടപ്പോൾ മുതൽ കിരണിനോടൊപ്പം ഒരേ മുറിയിൽ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമായിരുന്നു റാമിന് മനസ്സിൽ. അഥവാ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നൽ. കിടപ്പ് ഹാളിലേക്ക് മാറ്റാമെന്ന് റാം മനസ്സിലോർത്തു. ബാൽക്കണിയിലേക്ക് പോയിരുന്ന ശേഷം ഫോൺ എടുത്ത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്നവന് മനസ്സിലായി. ഉടൻ തന്നെ അയൽവീട്ടിൽ വിളിച്ച് താൻ ചെന്നൈയിലെത്തിയ വിവരം അമ്മയെ ധരിപ്പിക്കുവാൻ അറിയിച്ചു. പ്രകൃതി സ്നേഹവും ആരോഗ്യകാര്യത്തിൽ അവിശ്വസനീയതയുമായ തരത്തിൽ ശ്രദ്ധിക്കുന്നതുമായ അവൻ്റെ അച്ഛൻ അരവിന്ദൻ വീട്ടിലാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയിലാണ്. ചെന്നൈയിലേക്ക് പോരുമ്പോൾ റാമിന് അച്ഛൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നത് പോലും. അതും സിനിമാ പഠനം എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിയപ്പോൾ മാത്രമാണ്. ക്യാമറയുമായുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നതും പാരമ്പര്യമായി പ്രകൃതിയെയും മണ്ണിനെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു നാടൻ കുടുംബമായിരുന്നു റാമിൻ്റേത്. അവൻ്റെ അച്ഛൻ 4 ഏക്കറോളം വരുന്ന സ്ഥലമുണ്ട്. പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ നെല്ല് വരെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കും. ജൈവ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ റാമിൻ്റെ വീട്ടിലേക്ക് എന്നും അനവധി ആളുകൾ വന്നെത്തിക്കൊണ്ടേയിരുന്നു. ചെറുപ്പത്തിൽ റാമിന് അച്ഛനോട് ഭയങ്കരമായ വെറുപ്പായിരുന്നു. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛൻ്റെ ചെയ്തികളും പറയുന്ന കാര്യങ്ങളും അവനെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. താനും കുടുംബവും അനുഭവിക്കുന്ന മനഃശാന്തിയും കലർപ്പില്ലാത്ത ആനന്ദവും സമൂഹത്തിൽ ജീവിക്കാൻ ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന നാൾ മുതൽ അച്ഛൻ അവൻ്റെ റോൾ മോഡലായി മാറി. ആ അച്ഛനെ കണ്ട് വളർന്നതിനാൽ അവനിലും ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു സിനിമാ പഠനവും പുസ്തകമെഴുത്തും. പുസ്തകമെഴുത്തിനെ അച്ഛൻ പൂർണ്ണമായും പിന്തുണച്ചു. പക്ഷേ സിനിമാ പഠനം അയാൾ ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനായി അമ്മയും അനുജനും അവൻ്റെ ഒപ്പം കൂടി. ഒടുവിൽ 1 വർഷത്തെ ഫിലിം ഡിപ്ലോമ കോഴ്സ് ചെയ്യുവാൻ അവനെ അച്ഛൻ അനുവദിച്ചു. തമിഴ്നാടും അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും റാമിന് ഇന്നും ഒരു കൗതുകമായിരുന്നു. താൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തുവാൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വല്ലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുവിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ സിനിമാ പഠനത്തെപ്പറ്റി അവൻ ഗൗരവമായി ചിന്തിച്ചത്. ഒടുവിൽ മനീഷിൻ്റെ ചേട്ടനെ വിളിച്ച് ചെന്നൈയിലെ മികച്ച ഫിലിം സ്കൂളിനെ പറ്റി അന്വേഷിക്കുവാനും ചട്ടം കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ADPനായിരുന്നു. ഫിലിം കോഴ്സ് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ റാം അതിനുവേണ്ടി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്ന് അച്ഛനും കരുതിയില്ല. എങ്കിലും അവന് കൊടുത്ത വാക്കിന്മേൽ അയാൾ ഒടുക്കം സമ്മതിച്ചു.
തൻ്റെ ഇരുട്ട് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി വീട്ടുകാരെ പിരിയാൻ പോകുന്നതിനുള്ള ദുഃഖം മാത്രമായിരുന്നു അവന്, പ്രത്യേകിച്ചും തൻ്റെ അമ്മയെ. തമിഴ്നാട് എന്ന തൻ്റെ ഫാൻസി ലോകത്തിലേക്ക് വന്നെത്തിയ അന്നത്തെ ദിവസം ഓരോന്നും ആലോചിച്ചും വീട്ടുകാരെ പറഞ്ഞ ദുഃഖം വരുമ്പോൾ ഇടയ്ക്കിടെ കരിങ്കാലി വെള്ളം കുടിച്ചു തീർത്തും അവൻ സമയം തള്ളി നീക്കി. പിറ്റേന്ന് പുലർച്ചെ ഏകദേശം 5 മണിയായപ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ള കതക് സാവധാനത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാം ഞെട്ടി ഉണർന്നു. ആ വാതിലിൽ ലോക്കില്ലാത്തത് അവൻ തലേന്നേ ശ്രദ്ധിച്ചിരുന്നു. കതക് തുറന്നതും വീണ സ്ട്രീറ്റ് ലൈറ്റിൽ വെളിച്ചത്തിൽ റാം ആ കാഴ്ച കണ്ടു. വാതിൽ തുറന്ന് ഉയരം കുറഞ്ഞ് മെലിഞ്ഞ ശരീരമുള്ള ആരോ അകത്തേക്ക് കടന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും അവൻ ബെഡ്ഷീറ്റ് തലവഴിയിട്ടുകൊണ്ട് കട്ടിലിൽ നിന്നും സാവധാനത്തിൽ നിലത്തേക്കിറങ്ങി. എന്നിട്ട് ശബ്ദമുണ്ടാക്കാത്ത മട്ടിൽ നിരങ്ങി വാതിലിനരികിൽ ചെന്നു. അപ്പോഴേക്കും അകത്ത് കടന്നയാൾ മുന്നിലേക്ക് 4-5 ചുവട് വെച്ചിരുന്നു. റാം പെട്ടെന്നു തന്നെ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് കാൽ കൊണ്ട് ചവിട്ടി വാതിലടച്ചു. ശേഷം 1 സെക്കൻഡ് പോലും പാഴാക്കാതെ അകത്തേക്ക് കടന്ന അയാൾ മേൽ ചാടി വീണ് അയാളെ ബെഡ്ഷീറ്റിൽ മൊത്തമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബലമായി നിലത്തേക്കിരുത്തി. അയാൾ രക്ഷപ്പെട്ടു പോകാനിരിക്കാനായി അയാളുടെ പുറത്തേക്ക് കയറിയിരിക്കുകയും ചെയ്തു. "കള്ളൻ, കള്ളൻ, ബിനിഷേട്ടാ, ഓടിവായോ!" റാം ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങിയത് കാര്യങ്ങൾ അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ ബെഡ്ഷീറ്റിനുള്ളിൽ നിന്നും കേട്ടതും റാം ഒരു നിമിഷം കുടുങ്ങിപ്പോയി. താനിനി വേറെ വല്ലയിടത്തുമാണോ എന്ന് പോലും അവൻ സംശയിച്ചു. എങ്കിലും അവനും ബിനിഷേട്ടൻ്റെയും പേര് ഉച്ചത്തിൽ വിളിച്ചു പോയി. ഒച്ചയും ബഹളവും കേട്ട് ബിനിഷേട്ടൻ ആ റൂമിലേക്ക് ഓടി വന്ന് ലൈറ്റിട്ടതും റാം മുകളിൽ അഗതൻ നിലത്ത് വീണ് ചതഞ്ഞ തവളക്കണക്കെ അടിയിലുമായി കിടക്കുന്നത് കണ്ടു. അയാൾ ഓടി ചെന്ന് റാമിനെ പിടിച്ചു മാറ്റി. തറയിൽ കമന്ന് കിടന്നിരുന്ന അഗതൻ ഒരു വിധത്തിൽ നിലത്തു തന്നെ കമന്ന് കിടന്നു. "നീ എന്താടാ ഇപ്പോൾ?" ബിനിഷേട്ടൻ അഗതനെ നോക്കി അത്ഭുതത്തോട് ചോദിച്ചു. കിരണായിരുന്നു അവൻ. "എൻ്റെ അണ്ണാ, അണ്ണന് ഞാൻ ഇന്നലെ രാത്രി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, വെളുപ്പിനെ വരുമെന്നും പറഞ്ഞ്." തറയിൽ എഴുന്നേറ്റിരുന്ന് നടുവിൽ തടവിക്കൊണ്ട് കിരൺ പറഞ്ഞു. "അമ്മേ, ഇതാരാ?" റാമിനെ നോക്കി കിരൺ ചോദിച്ചു. "ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരുത്തൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്, ശ്രീരാം." "ഓ, പുള്ളിയായിരുന്നോ? എൻ്റെ നടു." അതും പറഞ്ഞ് അവൻ നിലത്തു നിന്നും കൈകുത്തി എഴുന്നേറ്റു. ഒന്ന് മൂരി നിവർന്നു. എന്നിട്ട് ടേബിളിൽ ഇരുന്ന റാമിൻ്റെ കരിങ്ങാലി വെള്ളക്കുപ്പിയിലെ വെള്ളം പകുതിയോളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. "സോറി, ഇതുവരെ കയറിയപ്പോൾ ഞാൻ കള്ളനാണെന്ന് കരുതിയേ." റാം കിരണരിയിലേക്ക് നടന്നു ചെന്ന് ചെറിയൊരു പരിങ്ങലോടെ പറഞ്ഞു. "സാരമില്ലണ്ണ, ഇത് ഞാൻ രാത്രികളിൽ വരിക്കും പോകുകയും ചെയ്യുന്ന വഴി. ഇങ്ങേരെ ഉറക്കത്തിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ ഈ വഴി കയറുന്നേ." ദേഹത്ത് ചുറ്റിക്കിടന്നിരുന്ന ബെഡ്ഷീറ്റ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കിരൺ റാമിന് കൈ കൊടുത്തു. "അപ്പോൾ ഹലോ, ഞാനാണ് കിരൺ. ഞാൻ ശ്രീരാം. നല്ലൊരു ബെസ്റ്റ് പരിചയപ്പെടൽ." ബിനിഷേട്ടൻ്റെ ഉറക്കം പോയ അരിശത്തിൽ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ പുലമ്പിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. കിരണും റാമും പരസ്പരം നോക്കി ചിരിച്ചു. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന കിരണിൻ്റെ കുടുംബം ഒമാനിലെ സലാലയിൽ 10 വർഷമായി ഒരു ഹോട്ടൽ നടത്തുകയാണ്. കൊല്ലത്തെ ആശ്രമം എന്ന സ്ഥലത്ത് മാമൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം താമസിച്ചിരുന്ന കിരൺ തനിക്ക് നാട്ടിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഉപരിപഠനത്തിനായി 2 വർഷത്തേക്ക് മുൻപ് അവനെ ചേട്ടൻ ഉറ്റ സുഹൃത്തായ ബിനീഷിൻ്റെ അരികിലേക്ക് അയക്കുകയായിരുന്നു. അവൻ്റെ ചെലവുകൾക്ക് വേണ്ട പണം അച്ഛനും അമ്മയും ചേട്ടനും ഓരോ വിഹിതങ്ങളായി മാസാമാസം അയച്ചു കൊണ്ടിരിക്കുന്നതിനാൽ കക്ഷിക്ക് ചെന്നൈയിൽ കുശാലായിരുന്നു. റാമും കിരണും വിശദമായി പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. കോളേജിൽ അവൻ്റെ ആദ്യ ദിവസമായതിനാൽ അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ബിനീഷേട്ടൻ തന്നെ റാമിനെ കോളേജിലേക്ക് കൊണ്ടാക്കുവാനൊപ്പം പോയി. വൈകിട്ടായപ്പോൾ വരും ബൈക്കിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് ചാടിയ ഷർട്ടിൻ്റെ പിൻഭാഗം ജീൻസിനുള്ളിലേക്ക് തിരികെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് റാം ചോദിച്ചു. "വൈകിട്ട് താനെന്നെ തിരിക്കി പിടിച്ചങ്ങ് വാ. ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് ജീവിതം പഠിക്കാൻ എത്രത്തോളം യോഗ്യതയുണ്ടെന്ന്." അത് പറഞ്ഞ് ബിനിഷേട്ടൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. വളർത്തു നായക്കുട്ടിയെ തെരുവിൽ കളഞ്ഞിട്ട് പോകും പോലെയുള്ള അയാളുടെ പോക്ക് നോക്കി നിന്ന റാം തിരിഞ്ഞു നിന്ന് തൻ്റെ കോളേജിലേക്ക് നോക്കി. വള്ളികൾ പടർത്തിയ വെസ്റ്റേൺ സ്റ്റൈലിലെ ഒരു പച്ച നിറമുള്ള ഗേറ്റ്.
അത് തുറന്ന് 2 ഉയർന്ന കെട്ടിടങ്ങളുടെ നടുവിലേക്കുള്ളൊരു നീളൻ ഇടനാഴിയിലേക്ക്. വഴിയിൽ നിലത്തായി ചതുപ്പാകൃതിയിലുള്ള കരിങ്കൽ പാളികൾ പാകി അവിടെയാകെ ഗ്യാപ്പിൽ പുല്ലും വളർന്നിരുന്നു. ആ വഴിയുടെ അവസാനത്തിൽ ഇടതുവശത്തും വലതുവശത്തുമായി ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് പോകുവാനുള്ള ചവിട്ടുപടികളുണ്ട്. ഇരുവശത്തെ കെട്ടിടം 4 നിലകളിലും ഇടതുവശത്തെ കെട്ടിടം 3 നിലകളിലും ഇരുവശ കെട്ടിടം ചെങ്കൽ പൂശിയതു നിറത്തിലും ആയിരുന്നു. അവിടെ നടുവിലെ നീളൻ വഴികളിൽ പൂക്കളും വള്ളിച്ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഭിത്തിയിലായി എന്തോ തരം പായൽ പടർത്തി കയറ്റിയിട്ടുണ്ട്. ആ പായലിനടിയിൽ ദി ചെന്നൈ അക്കാദമി എന്ന കോളേജ് പേർ വെളുത്ത നിറത്തിൽ മുഴച്ചു നിന്നു. ആദ്യമായി ആ കോളേജിലേക്ക് വന്നെത്തുന്ന ഏതൊരാൾക്കും ഫുൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പച്ചപ്പു നിറഞ്ഞ അന്തരീക്ഷം. അത് കോളേജിന് മുന്നിൽ അത്രയും മരങ്ങൾ ഉള്ളതുകൊണ്ടാവാം. വീശുന്ന കാറ്റിനൊരു പ്രത്യേക തണുപ്പും അനുഭവപ്പെട്ടു. റാം ഗേറ്റ് കടന്നതും 2 പെൺകുട്ടികൾ ഭരതനാട്യക്കാരുടെ വസ്ത്രത്തിൽ ചിലങ്കിയുടെ ശബ്ദമായി നടന്നു വരുന്നത് കണ്ടു. ഫിലിം കോഴ്സുകൾക്ക് പുറമെ അവിടെ ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയും കോഴ്സുകളുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിൽ അവൻ കണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ, കോളേജ് റിസപ്ഷൻ എങ്കെ? ഭരതനാട്യക്കാരികളോട് അവൻ ചോദിച്ചു. ആ പെണ്ണുകൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപോലെ വലതുവശത്തെ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി. പടികൾ കയറി മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായി 28ഓ 23ഓ 2 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. സാധാരണ റിസപ്ഷനുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളിൽ കാണുന്ന യാതൊരുവിധ അലങ്കാരങ്ങളും അവളിൽ റാം കണ്ടില്ല.